കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിയ പ്രഗത്ഭനായ നേതാവായിരുന്നു കെ ശങ്കരനാരായണൻ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ശങ്കരനാരായണൻ അനുസ്മരണം അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ പാലക്കാട് ടോപ്പിംഗ് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശങ്കരനാരായണൻ ട്രസ്റ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. തികഞ്ഞ നർമ്മബോധത്തിലുടമയായിരുന്നു ഗവർണർ കൂടിയായിരുന്ന ശങ്കർജി എന്ന വി ഡി സതീശൻ പറഞ്ഞു. ഏത് വിഷയം കയ്യിൽ കിട്ടിയാലും അത് നർമ്മത്തിൽ ചാലിച്ച് പറഞ്ഞു പ്രതിഫലിപ്പിക്കും. നിയമസഭയിലെ 150 അംഗങ്ങളെയും ഒരുപോലെ കയ്യിലെടുക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിനുടമയാണ്. യുവ MLA-മാരെ പോലും നിയമസഭയിൽ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. മന്ത്രിയായിരിക്കെ കൈകാര്യം ചെയ്ത വകുപ്പുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തുകയായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ഒരു ഔന്നത്യം, കാഴ്ചയിലുള്ള ഒരു എടുപ്പ്, അതെല്ലാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. കാണുന്ന ആൾ തന്നെയായിരുന്നു സ്വഭാവത്തിൽ. കാണുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു ആകർഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എപ്പോഴും ഏത് കാലത്തും അദ്ദേഹം, പ്രായമായപ്പോഴും ചെറുപ്പകാലത്തും അദ്ദേഹം നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഒരു സവിശേഷത ആ വ്യക്തിത്വത്തിനുണ്ടായിരുന്നു. അത് തന്റെ സ്വഭാവത്തിൽ വ്യത്യസ്തമായ സ്വഭാവം അല്ലായിരുന്നു. ഒളിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എല്ലാം വളരെ പ്രകടമായിരുന്നു, എല്ലാ കാര്യങ്ങളുമായിരുന്നു. വ്യക്തിപരമായി എനിക്ക് വളരെയധികം വാത്സല്യം പകർന്നു കിട്ടിയിട്ടുള്ള ഒരാളാണ്. ബാലഗോപാൽ സൂചിപ്പിച്ചപ്പോൾ ഞാൻ MLA ആകുന്നതിന് മുമ്പ് വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകനായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. പക്ഷെ ഞാൻ നിയമസഭാ അംഗമായി 2001 ആദ്യമായി ചെല്ലുമ്പോൾ അദ്ദേഹം ധനകാര്യ മന്ത്രിയാണ്. അന്ന് ഞങ്ങൾ, എന്നോട് ഉൾപ്പെടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടും അന്ന് അദ്ദേഹം കാണിച്ചിട്ടുള്ള വാത്സല്യവും സ്നേഹവും എന്നും ഓർമ്മിക്കപ്പെടും. ഏത് കാര്യം ചെന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാം ചെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയോടുകൂടി, ഒരു ജനറേഷൻ ഗ്യാപ്പും ഇല്ലാതെ അപ്പം തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നിയമസഭയിൽ ഞാൻ ആദ്യം നിയമസഭാംഗമായി ചെല്ലുമ്പോൾ എനിക്ക് ധനകാര്യം എന്ന് പറയുന്നത് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ABCD അറിയില്ല. ഞാനപ്പോൾ ആദ്യത്തെ ഒരു മാസക്കാലം എല്ലാം വീക്ഷിക്കുമ്പോൾ ഒന്ന് നിയമസഭയിൽ ഭരണഘടനാപരമായ നടപടികളും ധനകാര്യ നടപടികളുമാണുള്ളത്. അപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് വന്നതുകൊണ്ട് ഭരണഘടനാപരമായ കാര്യങ്ങളൊക്കെ കുറച്ചറിയാം, ധനകാര്യവുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, കൊച്ചുകുട്ടിയെ പോലെ പഠിക്കാൻ തീരുമാനിച്ചു ധനകാര്യം. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ടാക്സ് തുടക്കത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് ധനകാര്യ മന്ത്രി. അപ്പൊ ഞാൻ ചോദിച്ച അവസരങ്ങൾ വാങ്ങിക്കും നിയമസഭയിൽ ധനകാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. കഷ്ടപ്പെട്ട് രാത്രിയെങ്കിലും ഉറക്കവളച്ചിരുന്ന് പഠിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അന്ന് നടത്തുന്ന പ്രസംഗങ്ങൾക്കെല്ലാം അദ്ദേഹം നടത്തിയ ഒരു പ്രോത്സാഹനവും അഭിനന്ദനവുമാണ് പിന്നീട് ആ വിഷയത്തിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി. തൊട്ടപ്പുറത്ത് തോമസ് ഐസക്കാണ് ഇരിക്കുന്നത്, പ്രതിപക്ഷത്തിരിക്കുന്നത്. അദ്ദേഹം ധനകാര്യ വിദഗ്ധനും സ്കോളറുമായിട്ടുള്ള ആളാണ്. അപ്പോൾ അവസാനമായപ്പോൾ, ആദ്യത്തെ 5 വർഷം പൂർത്തിയായപ്പോൾ അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതിന് നൽകിയ പ്രോത്സാഹനം. ധനമന്ത്രിയായിരിക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തെ അതിൽ നിന്നും മോചിപ്പിച്ചതിന് പിന്നിൽ ശങ്കരനാരായണന്റെ വൈഭവമായിരുന്നു. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളിൽ ഗവർണറായിരിക്കാനുള്ള യോഗ്യത ഒന്നു മാത്രം മതി അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ. ആദർശ രാഷ്ട്രീയത്തിൽ ഊന്നിപ്രവർത്തിച്ച വ്യക്തിത്വത്തിനുടമയായിരുന്നു ശങ്കർജി എന്നും വി ഡി സതീശൻ അനുസ്മരിച്ചു. ശങ്കരനാരായണന്റെ മകൾ അനുപമ അജിത് അധ്യക്ഷയായിരുന്നു. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ്, മുൻ മന്ത്രി കെ ഇസ്മയിൽ, VK ശ്രീകണ്ഠൻ MP, നഗരസഭാ ചെയർമാൻ P സ്മിതേഷ്, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുൻ മന്ത്രി VC കബീർ, UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം P ബാലഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. UDV ന്യൂസ്, പാലക്കാട്.